ഹായ്. കർണൻ അല്ലേ? കർണൻ. ആ പേര് തന്നെ ഭയങ്കര ഒരു പുതുമയായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ കർണികയിൽ മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പം എന്താണ് ക്യാരക്ടർ എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കർണിക, കർണൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, കർണികയുടെ ആങ്ങളെയാണ് കർണൻ. ആങ്ങളായിട്ടുള്ള ക്യാരക്ടറാണ്. കുറച്ച് പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൾ ഒരു ഇച്ചിരി നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ടച്ചാണ് മീൻസ് ഗ്രേ ഷെയ്ഡ് മൊത്തത്തിൽ ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റുമോ? മൊത്തത്തിൽ വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ പടത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. എങ്ങനെയാണ് കർണിക സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? ആക്ച്വലി അതായത് ഈ സിനിമയുടെ ഭാഗമാകുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പറയാം. ഞാൻ ഈ സിനിമയുടെ ഭാഗമാകുന്നത് സോൺ റോയ് സാറുമായിട്ടുള്ള പരിചയത്തിലാണ്. അദ്ദേഹത്തെ എനിക്ക് 2016 മുതൽ പരിചയമുണ്ട്. ഡാം 999 എന്ന് പറഞ്ഞിട്ട് സാറ് ഡയറക്റ്റ് ചെയ്തൊരു മൂവിയുണ്ട്. അപ്പോൾ ആ മൂവിയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഹോളിവുഡ് ചിത്രം ഒരു മലയാളി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നേരം എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ ഞാൻ അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പം എൻ്റെ കൊല്ലം ജില്ലയിൽ പുനലൂരാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ എൻ്റെ നാട് ഓച്ചിറയാണ്. അപ്പോൾ ഞാനും കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണല്ലേ? അതെ അതെ. ഓക്കെ. സിനിമയ്ക്ക് വളരെ മഹനീയമായ സംഭാവനകൾ നൽകിയിട്ടൊരു ജില്ലയാണ് നമ്മുടെ മുകേഷ് സാറ്, അതുപോലെ രാജീവ് അഞ്ചൽ, അതുപോലെ ഓച്ചിറയിൽ നിന്ന് കർണൻ എന്ന് പറയുന്ന പുതിയ ആളും കൂടെ വന്നേക്കാണ്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഓച്ചിറയുടെ ഒരു ഐഡിയലായിട്ട് ഭാവിയിൽ അറിയപ്പെടുന്ന കാര്യമൊക്കെ എങ്ങനെയാണ്? അതിനെ പറ്റിയിട്ട് എക്സൈറ്റഡ് ആണോ? അങ്ങനെ അത്രയ്ക്ക് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ. ഇതിപ്പം സോൺ റോയ് സാറുമായിട്ടുള്ള ഒരു പരിചയത്തിൽ അദ്ദേഹം തന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഞങ്ങളൊരു ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, ഞാനും ഇതിൻ്റെ ഡയറക്ടർ അരുണും കൂടി ചേർന്നിട്ട്. ഞാൻ അതിനകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിലും എൻ്റെ ക്യാരക്ടർ കർണനായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് രണ്ടാമത് ഷോർട്ട് ഫിലിം ചെയ്തത്. അപ്പോൾ അതിലാണ് എനിക്കൊരു വേഷം അരുൺ തന്നത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ശ്രീകാന്ത് വഴിയാണ് ഞാൻ ഇവരിലേക്ക് എത്തിപ്പെടുന്നത്, അരുണിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം അവിടെ ഈ ഷോർട്ട് ഫിലിം ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നി ഇതൊരു ഷോർട്ട് ഫിലിം ആക്കി കളയേണ്ടതല്ലല്ലോ. അത്രയും ഭംഗിയായിട്ടാണ് അത് എടുത്തേക്കുന്നത്. അതിനകത്ത് ഷോർട്ട് ഫിലിമിൽ തന്നെ 2 സോങ് കാര്യങ്ങളൊക്കെ ശരിക്കും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഫിലിമിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള. അദ്ദേഹം ഒരു MRI ടെക്നീഷ്യനാണ്. ഇവൻ ഈ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് ഇടപെട ബന്ധമാണ്. അപ്പോൾ ഇവൻ ഈ ലീവിന് വരുന്ന സമയത്ത് വീട്ടുകാരുടെ കൂടെ പോലും സ്പെൻഡ് ചെയ്താണ് ഈ ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. അന്ന് ഞങ്ങൾ സുൽത്താൻ ബത്തേരി പോയിട്ടൊക്കെയാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യുന്നത്, ഈ ഷോർട്ട് ഫിലിം. അപ്പോൾ അവൻ്റെ ആ ഒരു ഡെഡിക്കേഷനും അവൻ്റെ ആ ഒരു താല്പര്യവും നല്ല പൊട്ടൻഷ്യലാണ്. അവൻ ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കൂടാതെ ഈ സിനിമയുടെ ആയാലും കഥ, തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ് എല്ലാം. അപ്പോൾ എഡിറ്റിങ് ഹെൽപ്പായിട്ട് അവൻ്റെ കൂടെ ജ്യോതിഷ് എന്ന് കണ്ണൂരുകാരനുമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ഡയറക്ടർ അരുൺ. അപ്പം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എന്തെങ്കിലും ചെയ്യണം, സിനിമ ആക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മുന്നിൽ അന്നേരം സോൺ റോയ് സാറാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ സോൺ റോയ് സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. സോൺ സാറിന് ലിങ്ക് അയച്ചു കൊടുത്തു, ഫസ്റ്റ് ഹാഫിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു. അങ്ങനെ സാറ് കണ്ട്. അപ്പോൾ ആ സമയത്ത് സാറ് തൃശ്ശൂർ ഒരു ആയുർവേദ ചികിത്സയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പോൾ എന്നോട് ഡയറക്റ്റ് കണ്ടിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അരുണിനെ വിളിച്ചുകൊണ്ട് നേരെ തൃശ്ശൂർ പോയി. അങ്ങനെ സാറിനെ നമ്മുടെ പ്രോജക്റ്റ് കാണിച്ചു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അധികം എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ഇന്ന് ഞങ്ങൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അടുത്ത ദിവസം പോവാം സാറിനെ കാണിക്കാൻ. അപ്പോൾ ഇത് ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ഈ ഒരു ഫീച്ചർ ഫിലിം? അതെ, ഷോർട്ട് ഫിലിം പ്ലോട്ടാണ് ഫീച്ചർ ഫിലിമായിട്ട് മാറിയത്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു പ്ലോട്ട് വലിയൊരു ഫീച്ചർ ഫിലിം ആക്കി മാറ്റുമ്പോഴത്തേക്കും ഉണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തുമാത്രം ഉണ്ടായിരുന്നു? അത് ശരിക്കും OTT സപ്പോർട്ടായിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചൊന്നും അല്ല. പിന്നെ അധികം ക്രൂസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ തന്നെ ആയിരുന്നു ഇതിൻ്റെ ക്യാമറ ടീമും കാര്യങ്ങളൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ.
പിന്നെ നമ്മൾ സിനിമയാക്കി കഴിഞ്ഞപ്പം കുറേ ടാലൻ്റഡായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ആഡ് ചെയ്തതാണ്. ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്നത് അശ്വന്ത് മോഹനാണ്. അദ്ദേഹം ബാംഗ്ലൂരാണ്. അദ്ദേഹം കൂടുതൽ പരസ്യ ചിത്രങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂവിയാണ്. എല്ലാവരുടെയും ആദ്യ മൂവിയാണ്, ഡയറക്ടറിൻ്റെ ആയാലും ആദ്യ മൂവിയാണ്. കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും സത്യത്തിൽ സിനിമാ മേഖലയിൽ ഞങ്ങൾക്ക് പറയാനില്ലെങ്കിലും പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ആയാലും നമ്മൾ വളരെ മികവോടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലോട്ട് വരണം എന്നുള്ളൊരു തീരുമാനം നേരത്തെ പാഷനേറ്റായിട്ട് അല്ല മുമ്പ് മുതലേ സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്നതാണോ അതോ? ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് പക്ഷേ എത്തും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹം, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പം പണ്ട് ഡബ് മാഷ് ചെയ്യും, പിന്നെ റീൽസ്, അതിന് മുന്നേ മ്യൂസിക്കലി ഉണ്ടായിരുന്നു, അത് പിന്നെ പേര് മാറ്റി ടിക്ടോക്ക് ആക്കി. അപ്പം ഇതൊക്കെ മാറിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പൗമ്പ അതിലുള്ള അനീഷ് എംഎസ്, വിനീത് വിജയൻ. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെ ചേർന്നിട്ട് ഒരു 2 ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷനായിരുന്നു. അതിനുശേഷം ആ സമയമൊക്കെ ഈ കൊറോണ ടൈമൊക്കെയാണ്, അപ്പോൾ എല്ലാവരും ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതിനുശേഷമാണ് ഞാൻ ജയകൃഷ്ണനെ പരിചയപ്പെടുന്നത്. ജയകൃഷ്ണൻ ഈ കണ്ടന്റ് ക്രിയേറ്ററാണ്, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരാളാണ് ജയകൃഷ്ണൻ ശ്രീകുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പിന്നെ ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ജയകൃഷ്ണൻ അങ്ങനെ ഫേമസ് അല്ല. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെയാണ് ജയകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞത്, ജയകൃഷ്ണ ഈ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ കിട്ടിയിട്ട്, ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ അല്ലേ, കഷ്ടപ്പാടും കൂടുതൽ, എന്നാൽ കൂടുതൽ റീച്ചും ആവുന്നില്ല. അപ്പം ജയകൃഷ്ണനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ചെറിയ കോമഡി സ്കിറ്റ്, അതുപോലെ ജയകൃഷ്ണൻ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്, ചെറിയ നമുക്ക് സാധനം ചെയ്യാം, അതാകുമ്പം പെട്ടെന്ന് വൈറലാവും. അപ്പോൾ അങ്ങനെ പറയുമ്പം ജയകൃഷ്ണൻ്റെ മനസ്സിലോട്ട് അത് എത്തിയിട്ടില്ലായിരുന്നു. പിന്നെയാണ് ജയകൃഷ്ണനും അതിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ കോമഡി സ്കിറ്റ് ചെയ്ത് അതൊക്കെ ഒരുപാട് വൈറലായിട്ടുണ്ട്. ജയകൃഷ്ണൻ്റെ വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നമ്മുടെ ബാല പറയുന്ന ഞാൻ പൃഥ്വിരാജ് ഇന്ദ്രിത്ത്, ആ സാധനം അത് ജയകൃഷ്ണൻ ചെയ്താണ് ഹിറ്റാവുന്നത്. അപ്പം അങ്ങനെ ജയകൃഷ്ണനുമായിട്ട് അങ്ങനെ വീഡിയോ ചെയ്തതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള പേടി കുറഞ്ഞത്. മറ്റേത് മൊബൈലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ. അങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു ടെൻഷനൊക്കെ കുറഞ്ഞത് ജയകൃഷ്ണനുമായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ്. അതിനുശേഷമാണ് പിന്നെ അരുണിനെ പരിചയപ്പെടുന്നത്. ഇപ്പം പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഒരു സിനിമയിൽ എത്തിപ്പെടാൻ വളരെ എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴിയാണെങ്കിലും ഈ ടിക്ടോക്ക് വഴിയാണെങ്കിലും നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ സിനിമയിൽ എത്തിപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ന്യൂ കമർ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെയായിരുന്നു ആ ഒരു ജേണി? ഇപ്പോൾ സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് പുതിയ ഒരാളെ സംബന്ധിച്ച് ഭയങ്കര പാടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ? കറണ്ട് സിനാരിയോയുടെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ടാലൻ്റ് ഉണ്ടെങ്കിൽ എത്തിപ്പെടാം. ടാലൻ്റ് മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ സിനിമയിൽ എത്തിപ്പെടാൻ സത്യത്തിൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നില്ല. പക്ഷേ എന്നിലുള്ള ഒരു കഴിവ് ഞാനിങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്കൊരു സിനിമ കിട്ടും, അത് മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സിനിമ പ്രത്യേകിച്ച് എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയല്ല. ഫാമിലിയിലും ആരും കലാപരമായിട്ട് ആരുമില്ല നമ്മുടെ ഫാമിലിയിലൊന്നും. അപ്പം അവർക്കൊക്കെയും നമ്മളിതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇതിൻ്റെ പുറകിലൊക്കെ പോകുമ്പോൾ അവർക്കും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം അതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് വീട്ടിലോട്ടൊക്കെ പറയുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ എതിർക്കുന്ന ഒരു കൂട്ടത്തിൽ. കാര്യം സിനിമയെ സംബന്ധിച്ച് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പാടുള്ളൊരു ഫീൽഡാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും മാതാപിതാക്കൾ പിള്ളേരെ അതിനെ എൻ്റർടൈൻ ചെയ്യാറില്ല. പക്ഷേ പാഷനേറ്റ് ആയിട്ട് ഞാൻ ഈ പറയുന്ന സിനിമയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ആ ഒരു
കാലഘട്ടത്തിലും സിനിമയിൽ അഭിനയിച്ച് മുമ്പോട്ട് വന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഈസി ഗോ ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് പെട്ടെന്ന് അത്രയ്ക്ക് സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ പണ്ട് ആളുകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ എത്തിപ്പെട്ടവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കുറേ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ എത്തിപ്പെട്ടാലും അതാണ് എനിക്ക് ആ കൺസിസ്റ്റൻസിയുടെ നമുക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കാര്യങ്ങൾ ഉണ്ടാവണം. നിലനിൽപ്പാണല്ലോ പ്രധാനം. അപ്പോൾ അതില്ലാതെ നമ്മൾ ഇതിൻ്റെ പുറകിൽ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു വർഷം തന്നെ എത്ര മലയാള സിനിമകൾ ഇറങ്ങുന്നത്, അതിൽ വിരലെണ്ണാവുന്നേ വിജയിക്കുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതിൽ വിരലെണ്ണാവുന്ന ആൾക്കാരെ രക്ഷപ്പെടുന്നുള്ളൂ. അപ്പം അതൊരു ലക്കാണ്. ലക്കും വേണം, കഴിവും പരിശ്രമം. ഫൈനലി എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? കർണിക റിലീസാകാൻ പോകുന്നൊരു സാഹചര്യത്തിൽ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത് ശരിക്കും? കർണിക മൂവി ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അത്രയ്ക്ക് നല്ലൊരു മൂവിയാണ്. ശരിക്കും ഒരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് ഒരു ഹൊറർ മൂവി എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലൊക്കെ പെട്ടെന്ന് വരുന്ന മണിച്ചിത്രത്താഴ് പോലുള്ള, അതിപ്പോൾ മണിച്ചിത്രത്താഴിനെ എടുക്കുകയാണെങ്കിൽ മറ്റ് ഹൊറർ മൂവിയെക്കാളും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കർണിക എന്ന് പറയുന്ന മൂവി ശരിക്കും ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ മൂവിയാണ്. വേറൊരു എന്താ പറയുക, വേറൊരു അനുഭൂതിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും കാണണം, വിജയിപ്പിക്കണം. ഞങ്ങൾ പുതിയ ആൾക്കാരെയും നിങ്ങൾ ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും. അപ്പം കർണിക ഒരു ഗംഭീര വിജയമാവട്ടെ. തുടർന്ന് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ബ്രോ.